വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഓട്ടോയിൽ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ, ഓട്ടോയിൽ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി തിരിച്ച് വരികയാണ്. സംഭവം വീട്ടിലേക്ക് തിരിച്ച് വരികയാണ്. ഞാൻ രാവിലെ ഇക്കാനെ കൂടെ പോയതായിരുന്നു. എന്താണെന്നറിയോ, എനിക്ക് നല്ല പല്ലുവേദനയായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ പല്ല് തട്ടി മാറ്റണം, അവിടെ കുറ്റിയിരിക്കണുണ്ട്, അപ്പോൾ അത് എടുത്ത് മാറ്റിയാലേ പല്ലുവേദന മാറുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ ഞാൻ ഞങ്ങളെ വീട്ടിലേക്ക് പോണ വഴി ഞാൻ രാവിലെ ചായ കുടിക്കാതെയാണ് പോയത് കേട്ടോ. അപ്പോൾ ഭക്ഷണത്തിന് മുമ്പുള്ള മരുന്നുണ്ട്, കുറേ വായിൽ എല്ലാ മരുന്നും തന്നുകൾ കൂടുന്നുണ്ട്. അങ്ങനെ ഭക്ഷണത്തിനുള്ള മുമ്പ് ഉള്ള മരുന്ന് കുടിച്ച് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. രാവിലെ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ രാവിലത്തെ സ്കൂളിൽ വിടലും ഇതൊക്കെ കഴിയുമ്പോൾ പിന്നെ റൂമിൻ്റെ കോല എങ്ങനെ ഇരിക്കും, ആകെ വലിച്ച് വാരിയിട്ട് ഈ കാലത്തിലേക്ക് റൂം ഉണ്ടാവുക, ലോണ്ട്രി ബാസ്ക്കറ്റൊക്കെ ഫുള്ളായിട്ട് അങ്ങനെ ഇരിക്കും ഉണ്ടാവുക. കറങ്ങൾ നോക്കണം ചുമരുമ്പൊക്കെ അല്ലേ, അതൊക്കെ നമ്മളെ ടുട്ടുമാൻ്റെ പണി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ റൂമൊന്ന് ക്ലീൻ ആക്കാം. ഓക്കെ, പിന്നെ എനിക്കൊന്ന് പല്ലുവേദന കൊണ്ട് ഒന്നിനും പറ്റിച്ചില്ല. എന്താ വെച്ചാൽ ഞാൻ വേഗം ടുട്ടുവിനെല്ലാം ഫുഡാക്കിയിട്ട് ഡോക്ടറെ അടുത്തേക്ക് ഇക്കാൻ്റെ കൂടെ തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്പീഡപ്പ് ആക്കിയതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല. പുതപ്പ് പോലും വിരിച്ചിടാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഓടിയതാണ്. ഞാനിപ്പോൾ വന്ന് ഭക്ഷണത്തിന് മുന്നിലുള്ള മരുന്ന് കുടിച്ച് ഇപ്പോൾ ഭക്ഷണമൊക്കെ അഴിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കണത്. അപ്പോൾ ഞാൻ മുന്നേ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അലക്കി വെച്ചതൊക്കെ ഇപ്പോൾ തോരട്ട് അങ്ങനെ വരിക. ഇനി നമുക്ക് റൂം ഫുള്ള് ക്ലീൻ ആക്കാണ്ട് പിന്നെ കുളിക്കണം, അങ്ങനെയുള്ള പണികളൊക്കെ കുറച്ച് ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കുമ്പോഴത്തേന് തൊട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലീനിങ്ങും കൂടെ ഒന്ന് കാണിക്കാം. അടുത്ത പരിപാടി എന്താ അറിയോ, ലോണ്ട്രി ബാസ്ക്കറ്റിലുള്ള സാധനങ്ങൾ, അതായത് അലക്കാനുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അലക്കാം. അപ്പോൾ ഇക്കാൻ്റെതും മോളതും ഒരുമിച്ചിട്ട് അലക്കും, പിന്നെ എൻ്റെത് സെപ്പറേറ്റ് ആയിട്ട് അലക്കും. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നമുക്ക് നിധിയൊക്കെ കിട്ടും കേട്ടോ. കാരണം ഇക്കാൻ്റെ പോക്കറ്റിൽ ചിലപ്പോൾ 100 രൂപ 200 രൂപ 2000-ന് നോട്ട് ഇറങ്ങിയ സമയത്ത് 2000 ഒക്കെ കിട്ടിയ ചരിത്രം ഉണ്ടായിന് എന്നൊക്കെ ഇക്ക പറയണേ കേൾക്കാം. അപ്പോൾ ഞാൻ എന്നും തപ്പും, അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിലോ. പക്ഷെ ഞാൻ കിട്ടിയില്ല, ഞാൻ കൊടുക്കലൊന്നുമില്ല. ഞാൻ ഇസ്കും, അതാണ് പരിപാടി. അപ്പോൾ ഞാൻ വേറെ എന്തെത്ര ഡീറ്റെയിൽ ആയിട്ട് തപ്പിയിട്ടില്ല എന്നുണ്ടെങ്കിലും അലക്കാല പാൻറ്റോ ഷർട്ടോ ഉണ്ടെങ്കിൽ ഞാൻ നല്ലോണം തപ്പിയിട്ടേ ഇടുള്ളൂ അലക്കാൻ. അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയി. എന്തെങ്കിലും കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷിക്കാം. ചിലപ്പോൾ 5 രൂപ 10 രൂപ കിട്ടാതിരിക്കില്ല. എന്താണെങ്കിലും എനിക്ക് ഏറ്റവും കുറഞ്ഞ പൈസ കിട്ടിയിരിക്കണം എത്രയാണെന്നറിയോ, 50 രൂപ. അതിൽ കുറഞ്ഞത് എനിക്ക് കിട്ടിയിട്ടില്ല കാൻ്റെ പോക്കറ്റിൽ. അപ്പോൾ അത്രയും അതായിട്ട് വെക്കണതാണ്. പേഴ്സ് അവിടെ വെക്കും, പക്ഷെ പോക്കറ്റിലുള്ള പൈസ എടുത്തൊക്കെ മറന്നു പോകും. അപ്പോൾ ഇത് എനിക്ക് കിട്ടുമ്പോൾ ഭയങ്കര കാര്യമാവും. അതുകൊണ്ട് എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് ഇട്ടിട്ട് നമുക്ക് അലക്കാൻ കൊണ്ടുവരും കേട്ടോ, വാഷിംഗ് മെഷീൻ. അപ്പോൾ അലക്കാനുള്ളത് സെപ്പറേറ്റ് ആക്കി ഇവിടെ ഇട്ടിക്കണം കേട്ടോ. ഇക്കാൻ്റെതും മോളതുമാണ്. ഈ തിരുമ്പാനിട്ട കോട്ടത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എന്നും അലക്കാണ്ടാവുന്ന സാധനം എന്താണെന്നറിയോ, തോർത്തുമുണ്ട്. ഒരു 3 തോർത്തുമുണ്ട് 4 തോർത്തുമുണ്ട് ഇക്കാൻ്റെതായിട്ടുണ്ട്. ആ 3 എനിക്ക് എന്നും അലക്കാൻ കിട്ടും. അതങ്ങനെ ഒരു സ്വഭാവമാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഓരോ കുളിക്കും ഉണങ്ങിയ തോർത്തുമുണ്ടും ആണെന്നില്ല ഒരുമാതിരി ഒരു സ്വഭാവമല്ല. ആൾക്കാർ നിങ്ങളെ വീട്ടിലുണ്ടാവും, ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അതാണ് ഇത്രയും തോർത്തുമുണ്ട് അലക്കാൻ. ഓക്കെ, നമുക്ക് അലക്കാൻ കൊണ്ടുവരാം. അമ്മാൻ്റെ എൻ്റർടൈൻമെൻറ്റ് ആരംഭിച്ചിരിക്കുന്ന ഷൂലുണ്ടാക്കുന്ന പണിയാണ് കേട്ടോ. അമ്മക്ക് ഇപ്പോൾ 2-3 ദിവസമായിട്ട്. അപ്പോൾ ഇനി അതിങ്ങനെ തുടർന്നുകൊണ്ടേ നിൽക്കും, ഓല തീർന്ന വരെ ഷൂലുണ്ടാക്കിക്കൊണ്ടിരിക്കും ഉമ്മ.
റൂമൊക്കെ നമ്മൾ അടിപൊളിയാക്കിയിട്ടാണ് വൃത്തിയാക്കിയിട്ടു. അത് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുള്ളൂ. മറിയം വന്നു കഴിഞ്ഞാൽ പിന്നെ കഥ കസ്തൂരീകരം. അപ്പോൾ നമ്മളിനി ആ മെഡിസിനും കൂടെ ഒന്ന് കുടിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് റീഫ്രഷ്ഡ് ആയിട്ട് വരാം. അതായത് കുളിക്കാനും കൂടെ ഉള്ളൂ, ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞേനെ. എന്ന് വെച്ചാൽ അടുക്കളയിൽ ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കയറി. പിന്നെ ചോറും കറിയൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടിച്ചുവാരുള്ളതും തുടക്കമുള്ളതും ഒക്കെ അമ്മ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ ടുട്ടു വന്നു കഴിഞ്ഞാലാണ് ഇവിടെ ഫുൾ അലമ്പാക്കി കൈ തരിക. അപ്പോൾ ആ ഒരു കുറച്ച് സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോക്കിന് സമയം നോക്കുമ്പോൾ 2 മണിയാണ് കേട്ടോ. 2 മണി 2:15 ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 2:30 ടുട്ടു വരും. അപ്പം ഇനി എന്നെ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് കുറച്ചൊരു കുറുമ്പുണ്ടാവും. അപ്പോൾ ടുട്ടുവിനെ കൊണ്ടുവന്ന് റൂമിലൊക്കെ ഇരുത്തിയിട്ട് ബാക്കിയുള്ള പണികൾ നോക്കാമെന്ന് വിചാരിച്ച് ഞാനിരുന്നേ. അപ്പോൾ അങ്ങനെ ടുട്ടുമ്മ വന്ന് എന്നും എൻ്റെ അടുത്ത് ഒരു ഡയലോഗ് പറയും കേട്ടോ. എന്താ അറിയോ, എനിക്ക് മമ്മനെയാണ് ഇത് സങ്കടമായിരുന്നു, എനിക്ക് കരച്ചിൽ വന്നു, ഞാൻ കരഞ്ഞു, കുഞ്ഞി കരഞ്ഞു, ബിഗ് കരഞ്ഞു എന്നൊക്കെ പറയും. കുറച്ച് കരഞ്ഞു, കുറേ കരഞ്ഞു എന്നൊക്കെ പറയണേനാണ് ബിഗ് കരഞ്ഞു, കുഞ്ഞി കരഞ്ഞു എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നും വരിക. കുട്ടുവിനൊന്ന് സങ്കടമായോ? എന്തിന്? ഈസാന കാണായിട്ടാ? പിന്നെ മമ്മനോട് എന്താ പറയുക? മമ്മനെ കാണായിട്ടാ സങ്കടം? ഈ ജാനുവിനെ കാണായിട്ടാ? ഭക്ഷണം കഴിച്ചാ? അങ്ങനെ ഇസാനുവിൻ്റെ കൂടെ കുറച്ച് നേരം കഴിച്ചിട്ടാവും. പിന്നെ ഇസാനു വീട്ടിൽ പോയി. ഇസാനു നമ്മൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ്, ടുട്ടുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ടുട്ടു വണ്ടിയിൽ വന്ന് ഇറങ്ങണ കണ്ടപ്പോൾ വന്നതാണ്. അങ്ങനെ ടുട്ടുവിന് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ടൊമാറ്റോ സൂപ്പ് പിന്നെ സ്വീറ്റ് കോണും രണ്ടും കൂടെയും ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങി. വന്ന് കുറച്ച് നേരം ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങൂല, കുറുമ്പ് കാണിച്ചിട്ട് ഇരിക്കും. അങ്ങനെ ഞങ്ങൾ പപ്പ വന്നപ്പോൾ കറങ്ങാൻ പോയതല്ല സത്യത്തിൽ. നമ്മളെ കണ്ടപ്പോൾ കപ്പ വാങ്ങാൻ ഞങ്ങൾ പോവാനേ രാത്രി. വെറുതെ എന്തെങ്കിലും പേരൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങല്ലേ? അതന്നെ ഈ പോണത് എന്താ കപ്പ വാങ്ങാനായിട്ടോ. നമ്മൾ പറഞ്ഞല്ലോ ഇക്ക വന്നപ്പോൾ കുറച്ച് നല്ല മീനും ഉണ്ടെന്നുണ്ടായിരുന്നു, ഫ്രഷ് മീൻ. അപ്പോൾ അതിൻ്റെ കൂടെ കപ്പയും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കപ്പ തപ്പി ഇറങ്ങിയതാണേ. എന്താണ് ഇതെന്തോനാ? ഇതെന്താ അതോ? അതാ അത് ചാടി. അങ്ങനെ ഞങ്ങൾ പച്ചക്കറി കടയിൽ വന്ന് കേട്ടോ, കുറച്ച് പച്ചക്കറിയും കപ്പയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടുട്ട് തക്കാളി എടുത്തിട്ട് ഒരു റീലുണ്ടല്ലോ, ടമാട്ടർ ബഡേ മെസ്സേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട്, അതവിടെ നിന്നിട്ട് കളിക്കണേ. അങ്ങനെ നമ്മൾ ചെറിയ തോതിലുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പച്ചക്കറിയൊക്കെ മേടിച്ച് തിരിച്ച്